നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരഭാഗത്ത് പല സ്ഥലങ്ങളിലായിട്ട് ചില മുഴകൾ വരുന്ന സമയത്ത് സാധാരണയായിട്ട് നമുക്ക് തോന്നുന്നൊരു പ്രശ്നമായിരിക്കും. എന്തെങ്കിലും തരത്തിലുള്ള ക്യാൻസറസ് കണ്ടീഷനാണോ, ഇനി ഇത് സർജറി ചെയ്ത് മാറ്റപ്പെടേണ്ടതാണോ, ഇത് മുഴകൾ നിന്നതുകൊണ്ട് എനിക്ക് ക്യാൻസർ വരാനുള്ള സാധ്യതകളുണ്ടോ എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ എല്ലാ തരത്തിലുള്ള മുഴകളും ക്യാൻസറസ് ആയിട്ടുള്ള മുഴകളല്ല. അല്ലാത്ത നമുക്ക് നോർമലായിട്ട് വരുന്ന ചില മുഴകളുമുണ്ട്. എങ്ങനെയാണ് ഇവ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്? അതുപോലെ നമ്മൾ കാര്യമാക്കാതെ പോകുന്ന ചില മുഴകൾ ഒരു പക്ഷേ അത് ക്യാൻസറസ് കണ്ടീഷൻസിലേക്ക് പോയേക്കാം. അപ്പം അങ്ങനെയുള്ള ലക്ഷണങ്ങൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സാധാരണയായിട്ട് ഇങ്ങനെ വരുന്ന മുഴകളെ രണ്ട് രീതിയിൽ വിഭാഗിക്കാറുണ്ട്. ഒന്ന് ബിനൈൻ ട്യൂമറും മറ്റൊന്ന് മാലിഗ്നൻ ട്യൂമർ എന്നുള്ളത്. മാലിഗ്നൻ ട്യൂമർ എന്ന് പറയുന്നത് കുറച്ച് വലിയ രീതിയിലും അതുപോലെ അത് ക്യാൻസറസ് കണ്ടീഷൻസിലേക്ക് മാറാനുള്ള സാധ്യതകൾ ഏറെയാണ്. എന്നാൽ ബിനൈൻ ട്യൂമർ എന്ന് പറയുന്നത് നോൺ ക്യാൻസറസ് ആയിട്ടുള്ളതാണ്. അതായത് നമുക്ക് ക്യാൻസറസ് കണ്ടീഷൻസ് വരുന്നതല്ല. അത് നമ്മുടെ ശരീരത്തിൽ ചില മുഴകളായിട്ട് തന്നെ നിന്നിട്ടുണ്ടെങ്കിലും വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഏതൊക്കെ ഭാഗങ്ങളിലായിട്ട് കോമൺ ആയിട്ട് മുഴകൾ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമ്മുടെ നെറ്റിയുടെ ഒരു ഭാഗത്തായിട്ട് അല്ലെങ്കിൽ നെറ്റിയുടെ നടുക്കായിട്ടുള്ള രീതിയിൽ മുഴകൾ കാണപ്പെടാം. അതുപോലെ നമുക്ക് രണ്ട് ചെവികളുടെ പുറകിലായിട്ട് കാണപ്പെടാറുണ്ട്. ചിലർക്കാണെന്നുണ്ടെങ്കിൽ നെഞ്ചിൻ്റെ ഭാഗത്ത് കാണാം. അതുപോലെ ചിലർക്ക് കക്ഷത്തിൻ്റെ ഭാഗങ്ങളിൽ, കക്ഷത്തിൻ്റെ ഇടുക്കുകളിൽ ഉണ്ടാവാറുണ്ട്. അതുപോലെ തുടയുടെ ഇടുക്കുകളിൽ ഉണ്ടാവാറുണ്ട്. അങ്ങനെ വിവിധ തരത്തിൽ. അതുപോലെ കൈകളിൽ ഉണ്ടാവുന്നതുണ്ട്, കൈമുട്ടുകളുടെ ഭാഗങ്ങളിൽ വരാറുണ്ട്. അപ്പം ഇങ്ങനെ വളരെ കോമൺ ആയിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കാണപ്പെടുന്നത്. ഇവ തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള കാരണങ്ങളായിരിക്കും ഇങ്ങനെയുള്ള മുഴകൾ ഉണ്ടാവുന്നത്. ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്നതെന്ന് പറയുന്നത് ലിപ്പോമ കണ്ടീഷനാണ്. ലിപ്പോമ എന്ന് പറയുന്നത് ഫാറ്റ് ഡെപ്പോസിറ്റ് മൂലം ഉണ്ടാവുന്നതാണ്. ഫാറ്റ് അടിഞ്ഞുകൂടി നമ്മുടെ സ്കിന്നിനടിയിൽ, അതായത് മസിൽസിൻ്റെയും സ്കിന്നിൻ്റെയും ഇടയിലായിട്ടാണ് ഉണ്ടാവുന്നത്. ഇത് വളരെ സ്മൂത്ത് ആയിട്ടുള്ളത്, സോഫ്റ്റ് ആയിട്ടുള്ളതായിരിക്കും, മൂവബിൾ ആയിട്ടുള്ളതായിരിക്കും, നീങ്ങുന്ന രീതിയിലുള്ള മുഴകളായിരിക്കും ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ അധികം വേദനകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ളതും ഹാംഫുൾ ആയിട്ടുള്ള രീതിയിലല്ല, വളരെ സ്ലോ ആയിട്ടുള്ള രീതിയിൽ മാത്രമായിരിക്കും അത് വലുതാവുന്നത്. ഗ്രോത്ത് ഉണ്ടാവുന്നത് സ്ലോ ആയിട്ടുള്ള രീതിയിലായിരിക്കും. ഇങ്ങനെയുള്ള കണ്ടീഷൻസ് അത് നമുക്ക് കക്ഷങ്ങളിൽ കാണാറുണ്ട്. അതുപോലെ തോളിൻ്റെ ഭാഗങ്ങളിൽ കാണാം, നെഞ്ചിൻ്റെ ഭാഗത്ത് കാണാറുണ്ട്, കഴുത്തിൻ്റെ സൈഡുകളിൽ കാണാറുണ്ട്. ഇങ്ങനെയുള്ള ഭാഗത്താണ് വളരെ കോമൺ ആയിട്ട് ഇത് കാണിക്കുന്നത്. എന്നാൽ ഇവ ഒരു പക്ഷേ നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഭാവിയിലേക്ക് ക്യാൻസറസ് കണ്ടീഷൻസ് വരുന്ന ഒരു അവസ്ഥയല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അടുത്തതായിട്ട് വരുന്നത് ലിംഫോമയാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള സർക്കുലേഷൻസ് ഉണ്ട്. ഒന്ന് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ട്, മറ്റൊന്നെന്ന് പറയുന്നത് നെർവ് സർക്കുലേഷൻസ് വരാറുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, പ്രതിരോധ ശക്തി, അത് നമ്മുടെ പ്രതിരോധ കോശങ്ങളെ വളർത്താൻ വേണ്ടിയിട്ടും അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നതാണ് ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിംഫാറ്റിക് സിസ്റ്റം നമ്മുടെ ശരീരത്തിൽ മുഴുവനായിട്ടും പല സ്ഥലങ്ങളിലായിട്ടും ലിംഫ് നോഡായിട്ട് അത് ഫോം ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ലിംഫ് നോഡിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്ടീരിയലോ വൈറൽ ഇൻഫെക്ഷൻസോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വരികയോ അല്ലെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലും വ്രണങ്ങൾ വരികയോ അവിടെ പൊട്ടുകയോ പഴുപ്പുണ്ടാവുകയോ ചെയ്യുക, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള കാരണങ്ങളാൽ വരുമ്പോൾ പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ലിംഫ് നോഡ് ആക്റ്റീവ് ആവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കഴലകൾ പോലെ ഉണ്ടാവാറുണ്ട്, ഈ മുഴകൾ പോലെ വരാറുണ്ട്. അപ്പോൾ ഇത് ഒരു പക്ഷെ നമുക്ക് പനിയാണെന്നുണ്ടെങ്കിൽ പനി അല്ലെങ്കിൽ ജലദോഷം, അതുപോലെ ടോൺസിൽസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒക്കെ തന്നെ ഇത് വരാറുണ്ട്. അപ്പോൾ ഇത് അമിതമായിട്ട് വരുന്ന സമയത്താണ് ഇങ്ങനെയുള്ള കഴലകൾ പുറത്തേക്ക് വരുന്നത്. ഇത് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, 2-3 ആഴ്ചയ്ക്ക് ശേഷം ഇത് വളരെ നോർമലായിട്ട് പോകുന്നതാണ്. പലപ്പോഴും കുട്ടികളിൽ പനി അമിതമായിട്ട് വരുന്ന സമയത്ത് അവരുടെ കഴുത്തിൻ്റെ ഭാഗങ്ങളിൽ അതുപോലെ ചെവിയുടെ പുറകു ഭാഗത്തൊക്കെ തന്നെ ഇങ്ങനെ കഴലകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്നത് വളരെ കോമൺ ആയിട്ട് കുറച്ച് ദിവസം കഴിയുന്ന സമയത്ത് ഇവരുടെ പനിയും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ മാറി കഴിയുമ്പോഴേക്കും നോർമലായിട്ട് മാറുന്നതാണ്. ഇനി അങ്ങനെ മാറാതെ നിൽക്കുകയോ ആ കഴലകളിൽ നീര് അമിതമായിട്ട് വരികയും തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ചൂട് അമിതമായിട്ട് വരികയോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. വേദനകൾ ഉണ്ടെന്നുണ്ടെങ്കിലും അത് നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത്, ഡോക്ടറെ കാണിക്കേണ്ടതാണ്. അടുത്തത് ഓസ്റ്റിയോമ കണ്ടീഷനാണ്. ഇത് ചിലർക്കാണെന്നുണ്ടെങ്കിൽ നെറ്റിയുടെ ഭാഗത്ത്, നെറ്റിയുടെ സൈഡുകളിലൊക്കെ തന്നെ ഉണ്ടാവാറുണ്ട്. ഇത് ബോൺസ് മൂലമാണ് ഇതിങ്ങനെ ഉണ്ടാവുന്നത്. അതുപോലെ നെഞ്ചിൻ്റെ ഭാഗങ്ങളിലും ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയുള്ളവയും പൊതുവെ ഇത് ക്യാൻസറസ് കണ്ടീഷൻ ഉണ്ടാക്കുന്നവയല്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് ആ ഭാഗങ്ങളിലെ വേദനകളോ കളർ വ്യത്യാസങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഹെമൻജിയോമ എന്ന് പറയും. അപ്പോൾ ഇത് നമുക്ക് ബ്ലഡ് വെസൽസ് കൂടി ചേർന്നിട്ട് എക്സ്ട്രാ ആയിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ പുറത്തൊക്കെ തന്നെ വരുന്നതാണ്. ഇത് മിക്കവരിലും ഉണ്ടാവുന്നൊരു കാര്യമായിരിക്കും. ചെറിയ ചെറിയ പൊട്ടുപോലെ
രീതിയിൽ സ്കിന്നിൻ്റെ പുറത്തൊക്കെ തന്നെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ജനിച്ച കുട്ടികൾക്കൊക്കെ തന്നെ ചിലപ്പം അവരുടെ തലയുടെ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ചെറിയൊരു തടിപ്പ് പോലെ, അതുപോലെ അത് ചിലപ്പോൾ പർപ്പിൾ കളറിലായിരിക്കും അല്ലെങ്കിൽ നല്ല റെഡ് കളറിലായിരിക്കും ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെയുള്ള കളറുകളിൽ അവർക്ക് സ്കിന്നിൻ്റെ പുറത്തായിട്ടൊരു തടിപ്പ് വരാറുണ്ട്. ഇത് കുറച്ച് നാളിന് ശേഷം അത് ചുരുങ്ങി പോവാറുമുണ്ട്. ഇതുപോലെ മുതിർന്നവരിലും അവരുടെ ശരീരഭാഗങ്ങളിൽ ചില ഡോട്ട്സുകൾ കാണാറുണ്ട്. എന്നാൽ ഈ ഡോട്ട്സുകളിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള ബ്ലീഡിങ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ അവിടെ പൊട്ടുകയോ കളർ വ്യത്യാസങ്ങൾ വരികയോ ഇല്ലെങ്കിൽ ഇതിന് വലിപ്പം പെട്ടെന്ന് വെക്കുകയോ ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വെച്ചുകൊണ്ടിരിക്കരുത്, ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. ഇനി മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് അഡിനോമയാണ്. ഇത് ഗ്ലാൻഡുലാർ ടിഷ്യൂസ് വഴി ഉണ്ടാവുന്നതാണ്. അതായത് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെയും അതുപോലെ തന്നെ സലൈവറി ഗ്ലാൻഡിൻ്റെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ആ ഒരു ഭാഗത്തൊക്കെ ചെറിയ രീതികളിൽ മുഴകൾ സംഭവിക്കാറുണ്ട്. ചിലർക്ക് തൈറോയിഡിൽ ഉണ്ടാവാറുണ്ട്, അതുപോലെ ചിലർക്ക് കൊളോണിൽ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഇവർക്ക് ഈ ഒരു ചെറിയ രീതിയിലുള്ള മുഴകൾ ഉണ്ടാവാം. അത് ഇൻറ്റേർണലി ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. ഇത് എല്ലാം തന്നെ ക്യാൻസറസ് കണ്ടീഷൻസ് അല്ല. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് എപ്പോഴാണ് നമ്മുടെ ഈ ഒരു ക്യാൻസറസ് കണ്ടീഷൻസ് ആയിട്ടുള്ള മുഴകൾ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ബ്രസ്റ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള മുഴകളോ തടിപ്പോ ചെറിയ രീതിയിലുള്ള എന്ത് തരത്തിലുള്ള തടിപ്പാണെങ്കിൽ പോലും ബ്രസ്റ്റിൻ്റെ ഏത് ഭാഗത്ത് കാണിച്ചിട്ടുണ്ടെങ്കിലും ഉടനടി തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. കാരണം പലപ്പോഴും ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കണ്ടീഷൻസ് ഒക്കെ തന്നെ തുടക്കം വരുന്നത് ഈ രീതികളിലാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ക്യാൻസറസ് കണ്ടീഷൻ ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മുഴകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവ 2-3 ആഴ്ചയ്ക്കുള്ളിൽ അത് നോർമലായിട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇത് വളർച്ച അമിതമായിട്ട് വരുന്നുണ്ടോ, അതുപോലെ ഇത് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതായത് ഉള്ളിലേക്ക് വേരിറങ്ങിയതുപോലെ തടിപ്പ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അങ്ങനെ ഉള്ള മുഴകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഡോക്ടറെ കാണേണ്ടതാണ്. അതുപോലെ നമുക്ക് വളരെ കട്ടിയോട് കൂടിയിട്ടും ഇറഗുലറായിട്ട്, അതായത് ഒരു റൗണ്ട് ഷേപ്പ് അല്ല, പ്രത്യേകിച്ച് ഷേപ്പുകളൊന്നും ഇല്ലാതെ വ്യത്യസ്തമായിട്ടുള്ള ഷേപ്പുകളിലൂടെ വരുന്നവ, ഇങ്ങനെ ഉണ്ടാവുന്ന കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. അതുപോലെ കളർ വ്യത്യാസം വരിക, ആ ഭാഗത്ത് സ്കിന്നിലാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് കളർ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അതുപോലെ വേദനകൾ, നമുക്ക് അതിനോടൊപ്പം തന്നെ വേദനകളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. ഇനി ചില സിംറ്റംസുകളും ഇതിനോടൊപ്പം തന്നെ വരാറുണ്ട്. അതായത് രാത്രി സമയത്ത് നമുക്ക് അമിതമായിട്ട് വിയർക്കുക, അതുപോലെ അമിതമായിട്ട് നമുക്ക് പനി, രാത്രിയിലാണ് കൂടുതലായിട്ടും പനി വന്നുകൊണ്ടിരിക്കുന്നത്, അമിതമായിട്ട് വിയർക്കുകയും ചെയ്യുക, നമുക്ക് വെയിറ്റ് പെട്ടെന്ന് തന്നെ വെയിറ്റ് കുറഞ്ഞു വരുന്നൊരു കണ്ടീഷൻസ് വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക, കൂടെ തന്നെ അമിതമായിട്ടുള്ള ക്ഷീണം ഉണ്ടാവുക എന്നുള്ളത്. ഈ 4 പോയിന്റ്സുകളും നിങ്ങൾ പ്രധാനമായിട്ടും ഓർത്ത് വെക്കണം. വെയിറ്റ് അമിതമായിട്ട് കുറയുക, ഭയങ്കര ക്ഷീണം വരിക, അതുപോലെ തന്നെ രാത്രിയിൽ അമിതമായിട്ട് വിയർക്കുകയോ പനി വരികയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഒരുപക്ഷെ ക്യാൻസറസ് കണ്ടീഷൻസിലേക്ക് പോയേക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ഇവ ശ്രദ്ധിക്കാൻ കൊണ്ട് മറക്കരുത്. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മുഴകളിൽ സ്കിന്നുകൾ പൊട്ടുകയോ ആ ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള വ്രണങ്ങൾ സംഭവിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിലും ഇവയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരുപക്ഷെ അത് സ്കിൻ ക്യാൻസർ തരത്തിലുള്ള പ്രശ്നങ്ങളായേക്കാം, മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണെങ്കിലും ഇവ ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മുഴകൾ അല്ലെങ്കിൽ കഴലകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നീരമിതമായിട്ട് വരികയോ കളർ ചേഞ്ചുകളോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണിച്ചു തുടങ്ങുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. ഒരു പക്ഷേ ചില തരത്തിലുള്ള മുഴകൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം നമുക്ക് തുടക്കത്തിൽ കാണിക്കുന്ന ഒരു സൂചനയാണ്, ഉള്ളിൽ ക്യാൻസർ കണ്ടീഷൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു സൂചനയാണ്. അപ്പം അതിനാൽ തന്നെ ഒരു ചെറിയ മുഴയാണെങ്കിൽ പോലും അത് കുഴപ്പമില്ല, അല്ലെങ്കിൽ ബ്രസ്റ്റിലാണെങ്കിൽ ചിലർക്ക് മടിയായിരിക്കും കാണിക്കാൻ വേണ്ടി. എനിക്ക് പേഴ്സണലായിട്ട് അനുഭവം ഉള്ളതാണ്. എൻ്റെ റിലേറ്റീവായിട്ടുള്ള ഒരാൾ തന്നെ അവർ ബ്രസ്റ്റിൽ മുഴ ഉണ്ടായിട്ട് പോലും അത് പുറമേ കാണിക്കാതെ, അതായത് അവർക്കത് പുറമേ കാണിക്കാൻ ബുദ്ധിമുട്ടുള്ള ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, അപ്പോൾ പുറമേ കാണിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എന്നോട് പറയുകയും ഞാനത് നോക്കുകയും ചെയ്ത സമയത്ത് ഉടനടി തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെന്ന് അറിയിക്കുകയും, പക്ഷേ അവർക്കത് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു, ബ്രസ്റ്റ് റിമൂവ് ചെയ്യേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ തടിപ്പാണ് ബ്രസ്റ്റിലെങ്കിൽ പോലും അത് നമ്മൾ വിട്ടുകളയാൻ പാടുള്ളതല്ല, തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അമിതമായിട്ടുള്ള ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ടതില്ല. കാരണം ഇതിനൊക്കെ തന്നെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്കാനിങ് ഉണ്ട്, MRI ഉണ്ട്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും നമ്മൾ കൺഫ്യൂഷനായിട്ട് വെക്കേണ്ടതില്ല. എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഈ ഒരു അറിവ് ഷെയർ ചെയ്യുക. അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. നന്ദി.